Good evening, Priya. How are you? I'm good. How are you? I'm good. I'm good. നമ്മള് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ പേര്, നമ്മുടെ ബ്രാൻഡ് നെയിം എപ്പോഴും നമ്മുടെ പേരുമായിട്ട് റെസനേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയയെ സംബന്ധിച്ചിടത്തോളം പ്രിയ എന്ന പേരിനേക്കാള് മ്യൂറൽ പ്രിയ എന്നാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എങ്ങനെയാണ് പ്രിയ മ്യൂറൽ പ്രിയ ആയതിന്റെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കേൾക്കാം. ആക്ച്വലി 10 കൊല്ലം മുന്നേ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പ്രിയ മ്യൂറൽ പ്രിയ ആയി മാറുന്നു. ഞാന് ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. 15 കൊല്ലമായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അവിടുന്ന് നാട്ടിൽ സെറ്റിൽ ബാക്ക് ചെയ്തപ്പം ഒരു ഹോബി ആയിട്ട് തുടങ്ങിയ സംഭവമാണ്. ഞാനൊരു ഫേസ്ബുക്ക് പേജിന് മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഒരു ഇഷ്ടം കൊണ്ട് മ്യൂറൽ പ്രിയ എന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയ സംഭവമാണ്. അങ്ങനെ ഇവഞ്ചലി ഇതൊരു ബിസിനസ്സായി മാറി. ഇപ്പം എന്നെ കൊണ്ട് എന്താ പറയാ ഇഷ്ടം പോലെ ആൾക്കാര് ആർട്ടിസൻസ് എന്നെ കൊണ്ട് മ്യൂറൽ പ്രിയനെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. പിന്നെ എന്തൊക്കെയാണ് ജസ്നേന്റെ കാര്യങ്ങൾ പറയൂ. ജസ്നേന്റെ എന്താണ് ബിസിനസ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞു. ഞങ്ങളെ കമ്പനി എന്ന് പറയുന്നത് ഞങ്ങൾ 2014 സ്റ്റാർട്ട് ചെയ്തതാണ്. വി ആർ എൻ എൻവയറമെന്റൽ കൺസൾട്ടൻസി. ബേസിക്കലി എൻ എൻവയറമെന്റൽ കൺസൾട്ടൻസി മോർ ഫോക്കസ് ഓൺ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറും ഇൻഡസ്ട്രിയൽ ഓർഡർ കൺട്രോൾ സിസ്റ്റംസും ആണ് നമ്മുടെ ഫോക്കസും മേജർ ഏരിയാസ് എന്ന് പറയുന്നത്. എലിക്സർ എന്ന് പറയുന്നത് എന്റെ പേര്. എലിക്സർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ ഒരു ഒരു മാജിക്കൽ പോഷൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് ആണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പോ എൻവയറമെന്റൽ പ്രശ്നങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു വൺ സൊല്യൂഷൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ എലിക്സർ ഫോം ചെയ്തത്. 2014 ഫോം ചെയ്തെങ്കിലും ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ് കമ്പനിയിലായിട്ട് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് കമ്പനിയായിട്ട് മൂവ് ഓൺ ചെയ്തേക്കുന്നത് ഇപ്പൊ. അതെ അല്ലെ. എന്തൊക്കെ ഇൻഡസ്ട്രിക്കാണ് നിങ്ങൾ ഇത് സർവീസ് കൊടുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ജേർണി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഒരു മേജർ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഓർഡർ കൺട്രോളും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറും ആണ്. ഇൻഡസ്ട്രിയൽ ഓർഡർ കൺട്രോൾ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഫെമിലിയർ അല്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ നമ്മൾ ദിവസവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നമ്മൾ പെട്ടെന്ന് പെർസീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഓരോ ഇൻഡസ്ട്രിക്കും നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ഫിഷ് മീൽ പ്ലാന്റ്, അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അല്ലെങ്കിൽ പെറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന ഓരോ ഇൻഡസ്ട്രിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്മെൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മളൊരു മോളിലൊക്കെ ചില മോൾസിൽ നമുക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പാർക്കിംഗ് ഏരിയയിൽ ഭയങ്കര ഒരു സ്മെല്ല്, ഒരു സഫിക്കേഷൻ പോലെ മണം നമുക്ക് കിട്ടും. അത് ആക്ച്വലി അവിടുത്തെ ഒരു വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ഓർഡർ എമിഷൻസ് ആണ്. അതേപോലെ ഓരോ ഇൻഡസ്ട്രിക്കും അവരുടേതായ സ്പെസിഫിക് ഓർഡർ എമിഷൻസ് ആയിരിക്കും ഉണ്ടാകുക. എങ്ങനെയാണ് വാട്ട് മേക്സ് ലൈക്ക് ഇപ്പൊ മ്യൂറൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ആക്ച്വലി മ്യൂറൽ എന്ന് ഉദ്ദേശിക്കുന്നത്? അതിന്റെ കൈൻഡ് ഓഫ് പെയിന്റിൽ ഇപ്പൊ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് അമ്പലങ്ങളിലും ഒക്കെ കണ്ടുകൊണ്ട് വരുന്നതൊരു പെയിന്റിങ് ആണല്ലോ. അപ്പോ എന്താണ് മ്യൂറൽ പെയിന്റിങ്, അതിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഇങ്കോ അതിന്റെ അകത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളോ അതിനെ പറ്റി, അല്ലെങ്കിൽ അതേപോലെ തന്നെ വാട്ട് മേക്സ് മ്യൂറൽ പ്രിയ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള, വാട്ട് ഇസ് സോ യുണീക്ക് അബൌട്ട് ഇറ്റ്? ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേരള മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഒരു ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ്. കാരണം ഇതേപോലെ ചെറുപ്പത്തിൽ തന്നെ ഈ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ പെയിന്റിങ് കാണും. കാരണം മഹാഭാരതം, രാമായണം, അതിന്റെ കഥകളൊക്കെയാണ് മ്യൂറൽ പെയിന്റിങ്സിൽ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ കണ്ട ആ ഒരു ഇഷ്ടത്തിലാണ് ഞാൻ മ്യൂറൽ പെയിന്റിങ് തുടങ്ങിയത്. ഇത് നമ്മൾ ക്യാൻവാസിൽ ചെയ്യുന്ന അക്രലിക് പെയിന്റിങ്ങും നമ്മൾ ഔട്ട്ഫിറ്റ്സിലൊക്കെ ചെയ്യുന്നത് ഫാബ്രിക് പെയിന്റിങ്ങും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ മ്യൂറൽ പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് മ്യൂറൽ പ്രിയ എന്ന് പറയുന്നത് ഈ കസ്റ്റമൈസ്ഡ് ആണ്. എന്താണ് കസ്റ്റമർ പറയുന്നത്, അവർക്ക് എന്ത് പെയിന്റിംഗ് ആണ് വേണ്ടത്, അങ്ങനെയാണ് ചെയ്തു കൊടുക്കുക. അപ്പം ഇനീഷ്യലി ഞാൻ മ്യൂറൽ പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇപ്പൊ ഞാൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ള പെയിന്റിങ്, ലൈക്ക് വാർലി പെയിന്റിങ്, പട്ടചിത്ര, മധുബനി, കലങ്കാരി, അങ്ങനെ ഒട്ടുമിക്ക ആർട്ടും ഞാൻ
ചെയ്തു വരുന്നുണ്ട്. ഉം, എല്ലാവരും ആൾക്കാർ ചോദിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഇപ്പൊ അബ്സ്ട്രാക്ട് പെയിന്റിങ് വേണമെന്നുണ്ടെങ്കിൽ അബ്സ്ട്രാക്ട് പെയിന്റിങ് അങ്ങനെയാണ് ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികള് ഇൻഫാൻ 28 എന്ന് പറയും നമ്മള്, 28 നൂല് കെട്ടുന്ന സെറമണി അത് മുതല് വയസ്സായ അമ്മൂമ്മമാരുടെ ബർത്ത്ഡേസ് വരെ മ്യൂറൽ പ്രിയ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ കൂടുതലും ഗിഫ്റ്റിങ്ങിനാണ് ഇത് പോവുക. നമ്മൾ ചെയ്യുന്നത് പോർട്ടിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഈ വാൽ കണ്ണാടി അങ്ങനത്തെ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻവാസ് പെയിന്റിങ് വീടുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കുറെ പ്രോഡക്ട്സ് വരുന്നുണ്ട് മ്യൂറൽ പ്രിയയില്. പിന്നെ ഞാൻ അതിനോട് ചേർത്ത് ചോദിക്കാൻ വന്നൊരു കാര്യമായിരുന്നു, ആ മ്യൂറൽ പ്രിയയുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്. അപ്പൊ പ്രിയ ഓൾറെഡി പറഞ്ഞു, ചെറിയ ആൾക്കാർ മുതല് കുഞ്ഞുങ്ങൾ മുതല് ഭേദമന്യേ വയസ്സായ ആൾക്കാർ വരെ മ്യൂറൽ പ്രിയ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അത് കൂടാതെ നമ്മളെ കേരളത്തിലെ ലോക്കൽ കേരളത്തിലെ ആൾക്കാർ മുതല് പുറമെ യൂറോപ്യൻസും എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമുള്ള പെയിന്റിങ്സ് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഔട്ട്സൈഡ് ഇന്ത്യയിൽ കൂടുതലും കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവർ ഉദ്ദേശിച്ച പോലെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? എന്തൊക്കെ ടൈപ്പ് കസ്റ്റമേഴ്സ് ഇപ്പൊ ആണ്? എലിക്സറിൽ ഇപ്പൊ നമ്മള് കസ്റ്റമേഴ്സ് നമുക്ക് ത്രൂ ഔട്ട് ഇന്ത്യ നമ്മൾ വർക്ക് ഇൻസ്റ്റലേഷൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വെൻ യു സേ എത്ര നമ്പർ ഓഫ് ഇൻസ്റ്റലേഷൻസ് പറയുന്ന, നമ്പർ ഓഫ് ഇൻസ്റ്റലേഷൻസ് നമുക്ക് വി ഹവ് ഡൺ മോർ ദാൻ 30 ഇൻസ്റ്റലേഷൻസ്. പക്ഷെ ആ നമ്പറിൽ ചെറുതാന്ന് നമുക്ക് തോന്നുമെങ്കിലും we've been able to treat 1 million cubic air per hour. അത്രയും എയറിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ, we've been treating the air, അത്രയും വലിയൊരു ക്വാണ്ടിറ്റി ആണ് അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്, അതായത് ഫിഷ് മീൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, ഷ്രിംപ് ഇൻഡസ്ട്രീസ് ചെയ്തിട്ടുണ്ട്, വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റീസ് ചെയ്തിട്ടുണ്ട്. വി ഡൺ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വി ഹവ് പ്രോജക്ട്സ് അക്രോസ് ഇന്ത്യ. We have installations in Gujarat, we have installations in Bhubaneswar, Andhra Pradesh, Tamil Nadu, Kerala ആയിട്ട് അക്രോസ് ഇന്ത്യ നമ്മൾ ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു എൻവയറമെന്റൽ സെക്ടറിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ തന്നെ ഓർഡർ കൺട്രോൾ, നമ്മുടെ ഇവിടെ ഇന്ത്യയില് ഈ ഒരു ഓർഡർ കൺട്രോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ ഇറ്റ് വർക്ക്സ് ഓൺ ലൈക്ക് ഒരു എൻവയറമെന്റൽ സെക്ടറിൽ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അൺലെസ് ആൻഡ് അൺടിൽ തിങ്സ് ആർ ലൈക്ക് നോട്ട് മാൻഡേറ്ററി ഓർ സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓരോ റെഗുലേഷൻസും ആൾക്കാരെ വില്ലിംഗ്ലി കം ഫോർവേഡ് ആയിട്ട് ആ ഒരു ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്നത്. ആ ഒരു സിനാരിയോയിൽ തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് വെരി പ്രൈസ് കോമ്പറ്റീറ്റീവ് ആണ്. അവിടെ വരുന്നതെന്ന് പറയുന്നത് നമുക്കുള്ളത് ഒരു ന്യൂസൻസ് ലോ ആണ്. ദാറ്റ് ഈസ് ലൈക്ക് ഒരു ആളുടെ ഒരു ന്യൂസൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇതിന് എഗൻസ്റ്റ് ആ വിസിനിറ്റിയിലുള്ള ആർക്ക് വേണോ അതിന് എഗൻസ്റ്റ് കംപ്ലൈന്റ് ചെയ്യാം. അപ്പോൾ ഒരു ഇൻഡസ്ട്രി വന്നാൽ ആ ഇൻഡസ്ട്രിയിലെ എമിഷൻസ് കാരണം അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് ആ ഒരു താമസിക്കുന്ന വിസിനിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കംപ്ലൈന്റ് ചെയ്യുവാണെങ്കിൽ ദ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കംസ് ഫോർവേഡ്. ദേ ലെറ്റ് യു, ആ ഒരു കമ്പനിയുടെ അവർ പറയുന്നതും എങ്ങനെയായിരിക്കും, ഏത് ആ ഇഷ്യൂ റിസോൾവ് ചെയ്യാനുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ലീഡ്സ് ദ ക്ലോജർ ഓഫ് ദ ഇൻഡസ്ട്രി. സോ അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഒരു എന്താണ് ഒരു ഓർഡർ കൺട്രോൾ, ഒരു എൻവയറമെന്റൽ റെഗുലേഷൻസ് മീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. അപ്പോ കസ്റ്റമേഴ്സിന്റെ കാര്യം പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പ്രിയനോട് ചോദിക്കാനുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പ്രിയ ഒരുപാട് നാളായി ഈ ഒരു പെയിന്റിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ വാട്ട് ഈസ് യുവർ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഭയങ്കര വാല്യൂബിൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ ആ ഒരു ജേർണിക്കകത്ത് ഒരുപാട് നമുക്ക് ചെറിയൊരു മൊമെന്റ്സ് ഓഫ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഒരു പെർസെന്റേജിൽ കൂടുതൽ നമുക്ക് സന്തോഷം തന്നിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ദാറ്റ് കംസ് ടു യുവർ മൈൻഡ്? ഞാനിപ്പോ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെ മൊമെന്റ്സ് ഉണ്ടോ? എനിക്ക് ആക്ച്വലി ഓരോ വർക്കും പ്രഷ്യസ് ആണ്. നമ്മുടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു വർക്കിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് എങ്ങനെയാ തീർക്കുക, എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാ ചെയ്യുക.
അതില് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഉള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഒരു കസ്റ്റമർ ഇതേപോലെ തന്നെ എന്നോട് ഒരു എന്താ പറയാ മോണോലിസൈന്റെ പെയിന്റിങ് സാരിയിൽ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു, എന്നാലും പക്ഷെ ലാസ്റ്റ് ഔട്ട്പുട്ട് വന്നപ്പം അടിപൊളിയായിരുന്നു. എല്ലാവരുടെ അടുത്തുനിന്ന് ഭയങ്കര അപ്രീസിയേഷൻ ഒക്കെ കിട്ടി. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക്. ദാറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു നോ. കാര്യം നമ്മൾ മ്യൂറലിൽ നിന്ന് മോണോലിസ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ പ്രിയയുടെ ഒരു വൈഡ് റേഞ്ച് ഡ്രോയിങ്സും പെയിന്റിങ്സിന്റെയും കാര്യം കേൾക്കാൻ ഇറ്റ് ഈസ് ആക്ച്വലി വെരി, അതറിയാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആക്ച്വലി അങ്ങനെയാണ് ഇത് പ്രോഡക്റ്റ് ചെയ്ത് വന്നതും അങ്ങനെ തന്നെയാണ്. കാരണം മ്യൂറൽ പെയിന്റിംഗിൽ, കേരള മ്യൂറൽ പെയിന്റിംഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ കസ്റ്റമേഴ്സും പറയുന്നതിനനുസരിച്ചാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത് തന്നെ. പിന്നെ ജസ്റ്റിന്റെ ഏതാണ് മെമ്മറബിൾ മൊമെന്റ് എന്ന് പറഞ്ഞുതരൂ. സെയിം, നമുക്കും ഒരു കസ്റ്റമറിന്റെ ഒരു അപ്രീസിയേഷൻ കേൾക്കുക, നമ്മുടെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർക്ക് അതൊരു നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് കേൾക്കുമ്പോൾ ഇറ്റ് ഈസ് എ പ്രൈഡ് മൊമെന്റ് ഫോർ അസ്. എനിക്കിപ്പോ ഷെയർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വൺ ഇൻസ്റ്റലേഷൻ ഇവിടെ കാലിക്കറ്റിൽ തന്നെ നമ്മുടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ അവിടെ ഒരു ഫിഷ് മീൽ പ്ലാന്റ് ഉണ്ട്. ഫിഷ് മീൽ പ്ലാന്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഫിഷ് എടുത്തിട്ട് അതിനെ ഫിഷ് പൗഡറും അതേപോലെ ഫിഷ് ഓയിലും ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം വീട്ടിൽ തന്നെ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഓഫ് മീൻ നമ്മൾ കട്ട് ചെയ്ത് കാര്യങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം. ഈ ഒരു പ്ലാന്റിൽ ജനറേറ്റ് ഒരു ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 1 lakh കിലോ ഫിഷ് ആണ് ഡെയിലി ബേസിസിൽ അവിടെ അവര് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പ്രോസസ് ചെയ്യുന്നതിന്റെ മണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് സ്മെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇഷ്യൂസ് ആ ഇൻഡസ്ട്രിക്ക് നിയർ ബൈ ആയിട്ട് ഇഷ്യൂസ് വരികയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ നമ്മുടെ ഓർഡർ കൺട്രോൾ സിസ്റ്റം പ്ലേസ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഫങ്ഷനിങ് വെൽ ഫോർ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അവിടുത്തെ ആ ഫാക്ടറി ഹാസ് ബീൻ വർക്കിംഗ് റിയലി വെൽ. അപ്പൊ അവിടെ എന്നും കംപ്ലൈൻസും വന്ന് ഷട്ട് ഡൗണിൽ എത്തിയതിൽ നിന്നൊരു കമ്പനി ഇപ്പൊ അത് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് ആക്ച്വലി ഒരു പ്രൗഡ് മൊമെന്റ് ഫോർ അസ്. Another example that comes to my mind പെട്ടെന്ന് വന്നതെന്ന് വെച്ചാൽ there's this ഒരു പ്ലാന്റ് ഇൻ ഗുജറാത്ത്, ദാറ്റ്സ് ദ ഷ്രിംപ് ഇൻഡസ്ട്രി. അവിടെയും അവർ ഓൾറെഡി അവർക്കൊരു ഇമ്പോർട്ടഡ് സിസ്റ്റം, നെതർലാൻഡ്സിൽ ഒരു ഇമ്പോർട്ടഡ് സിസ്റ്റം അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ എഫിഷ്യൻസി വാസൻ ഫുള്ളി അപ് ടു ദ ലിമിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതും അത് അവർക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അത് വർക്കായി ചെയ്തു. അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായത്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് വന്നൊരു ഹാപ്പിനെസ് എന്ന് വെച്ചാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമ്മുടെ സിസ്റ്റം അവിടെ ഫങ്ഷൻ ചെയ്ത ഇൻഡസ്ട്രി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നെന്ന് പറയുമ്പോഴത്തേക്കും വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല രീതിക്ക് അത് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യമാണ്. നമ്മളൊക്കെ വുമൺ ഓണ്ടർപ്രണേഴ്സ് ആണ്. അപ്പം ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് അത് ജസ്റ്റ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഉള്ളതുപോലെ ദ വർക്ക് ലൈഫ് ബാലൻസ് ഇസ് ആക്ച്വലി വെരി ചാലഞ്ചിങ്. പക്ഷെ വൺ തിങ് ഐ ട്രൈ ടു ഒന്ന് ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത് തന്നെ ഐ ട്രൈ ടു ഫൈൻഡ് കുറച്ചെങ്കിലും മീ ടൈം ഫോർ മൈസെൽഫ്, സോ ദാറ്റ് മൈ മെന്റൽ ബീയിങ് ആൻഡ് മൈ ഫിസിക്കൽ ബീയിങ് ആർ അറ്റ് പീസ്, സോ ദാറ്റ് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ ആർ അറ്റ് പീസ് വിത്ത് മീ. സോ ദാറ്റ് അതൊരു ഒരു എനിക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് മീ ടൈം കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എങ്ങനെ ഹൗ ഡു യു മാനേജ് യുവർ വർക്ക് ലൈഫ് ബാലൻസ്? കുറച്ച് ഇതേപോലെ തന്നെയൊക്കെ. പിന്നെ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് നല്ല വാല്യൂ കൊടുക്കുന്ന ആളാണ്. അപ്പം ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫാമിലി അല്ല. അപ്പൊ ഞാൻ ഈ വെണ്ണിൽ ജോയിൻ ചെയ്തതിന്റെ ശേഷം കുറെ വുമൺ ഓണ്ടർപ്രണേഴ്സിനെ കാണുന്നുണ്ട്. അപ്പൊ അവരെങ്ങനെയാ അവരെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട്. അതൊക്കെ ചെറുതായിട്ടൊക്കെ കോപ്പി അടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. നമ്മള് പ്രിയ പറഞ്ഞപ്പോ ഞാൻ ഹാവിങ് ജോയിൻ വെൻ, എത്രത്തോളം വെൻ ഹാസ് ഹെൽപ്ഡ് യു ഈ ഒരു ജേർണിയില്? വെൻ എത്രത്തോളം പ്രിയനെ മോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ പെണ്ണിന്റെ കാലിക്കറ്റ് ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് മുതലുള്ളതാണ്. ലേഡീസ് ആണ്, എല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ പെയിന്റിങ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ട്, അതിന് റെഫറൻസ് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ
ആ, വലിയ വലിയ കാര്യങ്ങള് വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബിസിനസ് ആൾക്കാരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്നു. ചെറിയ ചില്ലറ കാര്യമല്ല. എന്താണ് എങ്ങനെയാണ് ഇത് നമ്മുടെ ജസ്റ്റിനാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? വെന്നിലെ മൈ ജേർണി വിത്ത് വെൻ ഹാസൻ ബീൻ ഒരുപാട് ആയിട്ടില്ല. പക്ഷേ സോഫാർ മൈ ജേർണി ഓരോരുത്തർ ഡിഫറെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു ടേക്ക് അവേസ് അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിംഗ് കാര്യങ്ങൾ കുറെ ഒരു എന്താ ഒരു എൻകറേജ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ആ ഒരു ഇൻഡസ്ട്രിയിൽ, കുറെ ഇൻഡസ്ട്രീസിനെ പഠിക്കാനും ഒക്കെ നമുക്ക് ഒരു ബിസിനസ്സിലോട്ട് നമുക്ക് കുറെ ഇൻകൾക്കേറ്റ് ചെയ്യാനുള്ള ഒരു കുറെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ കൂടെ എനിക്ക് പ്രിയനോട് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാനായിരുന്നു. വാട്ട് ഈസ് യുവർ ഡ്രീം ഓഫ് അല്ലെങ്കിൽ മ്യൂറൽ പ്രിയയുടെ ഒരു ജേർണി ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രിയയ്ക്ക് ഉള്ളൊരു വാട്ട് ഈസ് യുവർ ഡ്രീം ഫോർ മ്യൂറൽ പ്രിയ? ആക്ച്വലി ഞാൻ എൻ്റെ ബിസിനസ്സിൽ കൂടുതലും വുമൺ ആർട്ടിസൻസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ വർക്ക് ചെയ്യുന്നത് അവരവരവർ വീട്ടിൽ നിന്നാണ്. ഇപ്പം അവര് മ്യൂറൽ പ്രിയ ത്രൂ ആണ് വുമൺ ആർട്ടിസൻസ് ഏൺ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും കുറെ വുമൺ ആർട്ടിസൻസിനെ സപ്പോർട്ട് ചെയ്യണം. അതുകൂടാതെ ആർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർട്ട് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി മ്യൂറൽ പ്രിയ എന്ന് മനസ്സിലാവണം. അങ്ങനെ ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. അതെന്റെ ഒരു ഡ്രീമാണ്. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാന് ജസ്നയുടെ? എലിക്സലിൽ നമ്മുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻവയൺമെന്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ സിനാരിയോയില് കുറെ കൂടി എന്താണ് ഫോക്കസും എംഫസിസും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള നമ്മുടെ കുറെ കാര്യങ്ങള് നമ്മുടെ തന്നെ പ്രൊഡക്ട്സ് നമ്മൾ അതിനെ ബെറ്റർ വേസിലും കുറെ കൂടി ബെറ്റർമെന്റ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തതിന് കൂടുതൽ പ്രൊഡക്ട്സ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ദ കൈൻഡ് ഓഫ് ഇന്നോവേഷൻസ്, കൂടുതൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാനും, അതേപോലെ തന്നെ ഇന്നോവേഷൻസ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ആണെങ്കിലും ഇൻ ടേംസ് ഓഫ് സ്പേസ് ആണെങ്കിലും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ഉള്ള ഇന്നോവേഷൻസ്. ഒബ്വിയസ്ലി എലിക്സൺ ഒരു നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഉള്ളത്. എന്താ പറയാ, ജസ്നയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ഈ എലിക്സർ എന്ന് പറഞ്ഞ സംഭവം എന്താ പറയാ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ ടെക്നോളജീസും ഇന്നോവേഷൻസ് ഒക്കെ അടിപൊളി ആവട്ടെ. ഫ്യൂച്ചറിൽ നല്ല ബിസിനസ് ആയിട്ട് മാറട്ടെ എന്ന് ഭയങ്കര ആശംസിക്കുന്നു. Thank you, Priya. Same here. Hoping Mural Priya grows into a bigger and globally recognize ചെയ്യാൻ പറ്റട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും പ്രിയക്ക് നൽകുന്നു. Wishing you the best. Thank you so much. Thank you, Priya.